ഹായ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനൊരു ഓർമ്മയെഴുത്ത് പുസ്തകം തിരഞ്ഞെടുത്ത് വായിച്ച് പൂർത്തിയാക്കുന്നത്. ഓരോ അധ്യായം കഴിയുന്തോറും ഓടി ഓടി വായിക്കാൻ തോന്നുന്ന ഹൃദയത്തിൽ നിന്നുള്ള എഴുത്ത്. മാതൃഭൂമി പുറത്തിറക്കിയ ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്താണ് തെറ്റ്, എന്താണ് ശരി? ഈ പുസ്തകത്തിൽ ഉടനീളം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. തിന്മയും നന്മയും നേർക്കുനേർ വരുന്നുണ്ട്. കുറ്റവും ശിക്ഷയും കൈകോർക്കുന്നുണ്ട്. ഇരുട്ടും വെളിച്ചവും ഇടകലരുന്നുണ്ട്. പകലും രാത്രിയും മാറി മാറി വരുന്നുണ്ട്. എൻ്റെ ഇക്കാലം അത്രയുമുള്ള വായനാനുഭവത്തിൽ മികച്ചതിൽ മികച്ചതായി തന്നെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഈയൊരു ഓർമ്മയെഴുത്ത് പുസ്തകം നിലനിൽക്കും. ബാബു എബ്രഹാമിൻ്റെ ബാല്യം മുതൽ യൗവനം വരെയുള്ള അനുഭവങ്ങൾ ജ്വലിക്കുന്ന വിറകിൽ നിന്ന് തീപ്പൊരികളെന്ന പോലെ ചിതറിത്തെറിക്കുകയാണ്. ഈ പുസ്തകത്തിലുടനീളം അയാളുടെ ജീവിതം അധിക നേരവും കഴിച്ചു, വല്ലപ്പോഴും മാത്രം മരിച്ചു. തന്തയുണ്ടായിട്ടും തന്തയില്ലാത്തവനെന്ന പരിഹാസം കേട്ട് വളരുന്ന ബാല്യം. വായിച്ചു തീർന്നപ്പോൾ മനസ്സിൽ ഈ പുസ്തകം മായ്ക്കാൻ കഴിയാത്തൊരു പോറൽ വീഴ്ത്തി. എന്നാൽ ജീവിത വെളിച്ചമായി മറുഭാഗത്ത് ഈ പുസ്തകം നിൽക്കുന്നുമുണ്ട്. പുസ്തകത്തിലുടനീളം നന്മ നിറഞ്ഞ ഒത്തിരി കഥാപാത്രങ്ങൾ മിന്നിമറയുന്നുണ്ട്. മനസ്സിനെ മധുരിപ്പിക്കുന്ന എത്രയോ കഥാപാത്രങ്ങൾ. നിങ്ങളുടെ മൂല്യമേറിയ വായനാ നേരത്തിലേക്ക് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഈ പുസ്തകം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ.